أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد صل على جميع الأنبياء والمرسلين അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള ഉസ്താദുമാരും നേതാക്കന്മാരും ത്വരീഖത്തിലെ സഹോദരന്മാരും, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അപാരമായ അനുഗ്രഹങ്ങളെ അവൻ്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായം മാത്രമല്ല കാമിലീങ്ങളായ മശായിഖന്മാരുടെ സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, ശൈഖുനാ സല്ലല്ലാഹു സയ്യിദ് ഖാജ മുഈനുദ്ദീൻ ഹസൻ സദർ ചിശ്തി അലിമീനി റളിയല്ലാഹു അൻഹു, ശൈഖുനാ ഉമറുൽ മശായിഖ് സയ്യിദ് നൂറി ഷാ ജീലാനി റളിയല്ലാഹു അൻഹു, ശൈഖുനാ ഖുത്ബുൽ മശായിഖ് റളിയല്ലാഹു അൻഹു, കൻസുൽ മശായിഖ് റളിയല്ലാഹു അൻഹു മഹാനവരൊക്കെ നമ്മൾ മഹാന്മാരായ ഉസ്താദുമാരുടെ നമ്മുടെ വഴികാട്ടികളുടെ നാഗന്മാരുടെ ബന്ധം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട കാമിലായ ഒരു ശൈഖിൻ്റെ എത്രയോ കാലങ്ങളുടെ തർബീയത്തിൽ ഇരുന്നിരുന്ന ഒരു മഹാനാണ് ഇപ്പോൾ സംസാരിച്ചത്. അസീസ് മാമു എന്ന് പറയും, ഷെഖ്നാഥങ്ങളുടെ മാമന്. മഹാനവറുകൾ വലിയ മഹാനാണ്. മഹാനവറുകളുമായി എത്രയോ കാലം തർബീയത്തിലും സുഹൃത്തിലും ചെയ്ത മഹാനവറുള്ള ആരിഫ് സാഹിബ് മഹാനവരോട് സംസാരിച്ചു. എല്ലാം കേട്ടിട്ടും അവർ പറയുന്ന കാര്യം എന്താ പറയുന്നത്, എവിടെ പോയാലും ഇനിയൊരു രക്ഷയില്ല. ഇവിടെ ശിവനാന്റെ ഹലത്തിൽ വന്നാൽ ഇവിടെയാണ് എല്ലാം ഉള്ളത്. ഇവിടെ നമ്മൾ വിൽക്കാത്ത കാലത്തോളം ഞങ്ങൾക്കൊന്നും നേരാവില്ല. എവിടെ പോയാലും ഇവിടുന്ന് കിട്ടുന്ന ഹാലും അവസ്ഥയും ആ തോടിപ്പാടും ഇവിടുന്ന് കിട്ടില്ല. എത്രയോ കാലം സാഹസിക്കും ഓരോരുത്തരുടെ അനുഭവങ്ങൾ അല്ലേ? നമ്മൾ എന്താ പറയാ, അനുഭവങ്ങളാണ്, രസങ്ങളാണ്, ആസ്വാദനങ്ങളാണ്, ആനന്ദങ്ങളാണ് ഇവിടുന്ന് വാരിപ്പോയി കൊണ്ടുപോകാറ്. എല്ലാ ഉസ്താദന്മാരും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉള്ള ഉസ്താദന്മാരെ നോക്കുമ്പോൾ ഇവിടെ സലാം ഉസ്താദായാലും ഉസ്താദ് ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ കാലമായിട്ട് മഹാന്മാരായ ഉസ്താദന്മാരുമായി കാലങ്ങളായി സഹവസിക്കുന്നത്. ശൈഖുനാഥങ്ങളുടെ എത്രയോ കാലം, എത്രയോ ജില്ലകളിൽ മുജീബ് ഉസ്താദ് ഞങ്ങളൊക്കെ ഇവിടെ എൻ്റെ ഒരു 16 വയസ്സൊക്കെ ഇവിടെ വരുന്നത് ശിവനാഥ് ജില്ലയ്ക്ക് ആദ്യത്തെ ആരിഫ് സർക്കാരിൻ്റെ ആദ്യത്തെ ജില്ല തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീലുള്ളാ ഷാഹുരി, നമ്മുടെ ഗുരുനാഥൻ, അന്യരായ മുർഷിദ് മാനവരോട് കൂടെയാണ് ഇങ്ങനെ വരുന്നത്. നമുക്ക് വലിയ തങ്ങളെ ബാക്കിയായിട്ട് കണ്ടിട്ടില്ല. വലിയ തങ്ങളെ കാണുന്നത് പോലെ അതേപോലെ തന്നെ കാണാം. അതെന്താണ് ഇതിനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആരിഫ് സർക്കാർ ആരാണ് മനസ്സിലാക്കി തന്നത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീലുള്ളാ ഷാഹുരി. അതേപോലെ ഓരോരുത്തരും നമുക്ക് ശൈഖുമാർ മനസ്സിലാക്കി തന്നത് നമ്മുടെ ഉസ്താദന്മാരും നമ്മുടെ ഗുരുവര്യന്മാരാണ്. അവരൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഇവരൊക്കെ ഈ മുജീബ് ഉസ്താദിനൊക്കെ നമ്മുടെ ഈ കയ്യെത്തി ചെയ്യണ മുമ്പൊരു ഇന്റർവ്യൂ അവിടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പഠിക്കുന്ന അതായത് വീട്ടിലൊക്കെ എതിർപ്പാണ്. സ്വന്തം ഉപ്പ ഈ ത്വരീഖത്തിൽ കൂടിയതിന്റെ പേരിൽ ചാവക്കാട് അങ്ങാടിയിൽ നിന്ന് മാറുപിടിച്ച് പരസ്യമായിട്ട് തിരുവനന്തപുരം വരെ മുജീബുസ്ഥാന ആൾക്കാർ നിന്നിച്ച് അപമാനിച്ചുകൊണ്ടു. വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് ഈ അവസ്ഥയ്ക്ക് ഇങ്ങോട്ടൊക്കെ അവർ ഉറച്ചു നിന്നിട്ടാണ് എത്തിയത്. ഉപ്പ കുടിയിൽ നിന്ന് പുറത്താക്കി വിട്ടുന്നത്. അപ്പൊ ഷെഖ്നാനെ എടുത്തു പാലപ്പുറത്തെ പ്രായം ഷെഖ്നാൻ എടുത്തു പറഞ്ഞു ഉറുപ്പ് പുറത്താക്കിയത് ഉറുപ്പ് സ്വീകരിക്കാണ്. അങ്ങനെ ഈ ഉപ്പാനിട്ട് ഉണ്ടാക്കുന്നത് ആ സർക്കാരിന്. കാലങ്ങളായിട്ട് ഞാൻ ഇവിടെ സാവസിച്ചു. ഇവിടെ കുറെ ജില്ലകളൊക്കെ ഇരുന്ന ആളാണ്. എന്റെ അവസ്ഥ പറയാൻ എന്റെ വീട്ടിൽ ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ അടിപൊളിയാണ്. എന്റെ ജ്യേഷ്ഠന്മാർ ഇപ്പൊ നിസ്കാരം തുടങ്ങിയിരുന്നു. ഉമ്മാനോട് പറഞ്ഞു പാലിപ്പിച്ചിരിക്കുമോനെ ഒന്ന് നിസ്കാരം തുടങ്ങി എന്നോട് ഒന്ന് സലാം പറഞ്ഞു. എന്റെ ജ്യേഷ്ഠൻ പറയുന്നതാണ്, എന്നോട് ഒന്ന് സലാം പറയുന്നതാണ് ഒരാൾ അങ്ങനെ എടുക്കുന്നത്. സോയിദിയല്ല, അങ്ങനെയാണ് എന്റെ എന്താ പറയാ മുത്തമ്മാടെ മകൻ പറയാണ്. അപ്പോഴത്തെ ഞാൻ പോയിട്ട് SLC പഠിക്കുമ്പോഴാണ് പയ്യത്തേക്ക് ക്ലാസ് കട്ട് ചെയ്തിട്ട് ശിവനാണ് കിട്ടുക. വ്യാഴാഴ്ച അവിടെ പറഞ്ഞു
ക്ലാസ് കട്ട് ചെയ്തിട്ടപ്പോ വീട്ടിലറിയില്ല. എന്റെ ജ്യേഷ്ഠൻ പുസ്തകം നല്ല പഠിക്കുന്ന ആളായിരുന്നു, നല്ല ബ്രേക്കാണ്. പക്ഷെ എനിക്ക് സെക്കൻഡ് ക്ലാസ് SLC ബുക്ക് വലിച്ചെറിഞ്ഞു. ഒന്ന് സെക്കൻഡ് ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ അവിടെ വിചാരം തുരിക്കത്തിൽ കൂടിയിട്ട് വിടക്കായി പോയതാണ്. ഞാൻ വേറെ പരിപാടി ക്ലാസ് കട്ട് ചെയ്തിട്ട് ടൂർണമെന്റിന് ഒപ്പിക്കും. അങ്ങനെയാണ് എനിക്ക്. പക്ഷെ ഈ ഒരു നമ്മൾ അവിടെ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഏക സുഹൃത്താണ്. വീട്ടിൽ സ്വയല്ല ആകെ സമാധാനം കിട്ടുന്നത് പറപ്പുറത്തോ എത്തിയത് അവിടെയാണ് പറയുന്നത്. അവിടുന്ന് ആകെ സമാധാനം കിട്ടി പുസ്തകം പോകുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം പുസ്തകം പോകും. അവിടെ പോയിരിക്കും പുസ്തകം പോയിട്ട് അങ്ങനെ ഇരുന്ന പുസ്തകന്റെ തമാശയും തോന്നുമ്പോൾ സമാധാനം. ഞാൻ എന്നിട്ട് അവിടുന്ന് അവസാനം ഹൈദരാബാദിൽ പോകാൻ തീരുമാനിച്ചു. വീട്ടിൽ കുടുംബത്തിൽ പോയാലും പ്രശ്നവും വീട്ടിലും പ്രശ്നം. MES കോളേജ് പൊന്നിൻ MES കോളേജ് ഇന്റർമീഡിയറ്റ് മറ്റേ പ്രീ ഡിഗ്രിക്ക് ചേർന്നതാണ്. അവിടുന്ന് പ്രശ്നം. അങ്ങനെ അവിടുന്ന് പിന്നീട് അവർക്ക് തീരെ ഇഷ്ടമല്ല. വീട്ടിൽ അവർക്ക് തീരെ ഇഷ്ടമല്ല ദീനി എന്ന് പറഞ്ഞ സാധനം. അങ്ങനത്തെ ഒരു കുടുംബമാണ്. അങ്ങനെയാണ് ഈ ജ്യേഷ്ഠം പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ കൂടെ പാർട്ടിൽ മനയിട്ട് പോയി പറഞ്ഞു എനിക്ക് വേണം. അങ്ങനെ അവർ തീരുമാനിച്ചു. ഉമ്മ പൈസ വലിച്ചെറിയത് ഇഷ്ടമില്ല. ജ്യേഷ്ഠൻ നാളെ പോകണമെങ്കിൽ ഇന്ന് ഞാൻ ഡ്രസ് ഇസ്തിരിയും ജ്യേഷ്ഠം വന്ന് കൊല്ലാൻ വേണ്ടി കണ്ടുപിടിച്ചു. പിടിച്ചു ചങ്ങിനെ പിടിച്ച് കൊന്ന തീരുമാനം അങ്ങനെ പോകാൻ പറ്റില്ല. അവസാനം മൂത്ത ജ്യേഷ്ഠത്തിൽ വന്നിട്ട് പുറത്ത് കടിച്ചിട്ട് അവനെ വെച്ചിട്ട് എന്നിട്ട് അതിന്റെ മുന്നേ വീട്ടിലിരുന്ന് അത് വാഹനം സ്പിരിച്ചിട്ടോ മുറാക്കബി പള്ളിയിൽ നിന്ന് മൊഴിയിൽ സംഭവിക്കും. മുറാക്കബ ഇരുന്നാണ് എന്റെ മോനെ ഉറങ്ങാൻ മോനെ ഇത്ര ചെറുപ്പത്തിലാണ് ഇങ്ങനെ ഭ്രാന്ത വരുന്നത്. മൊഴിയില് അവിടെ പലകത്തൊന്നും ചെയ്യാൻ ഇത്ര ചെറുപ്പത്തിൽ ഭ്രാന്ത വരുന്നത്. എണീച്ച് മൂപ്പർക്കാരെ ഞാൻ പുറത്തിരിക്കുന്നത് അതേ ഭ്രാന്താണ്. 16 വയസ്സിൽ എന്നിട്ട് വീട്ടിൽ മുറാക്കുന്നത് ഏട്ടം വന്ന് മുട്ടിങ്ങനെ പിടിക്കിരിക്കുന്നോടത്ത് മുട്ടിപ്പിട്ടിട്ട് കൊഞ്ചി. അത് 5 ശൈത്താൻകായി പ്രാർത്ഥന കുട്ടിങ്ങി പ്രയാസമായിട്ട് ശൈത്താനെടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഇന്നലൊക്കെ ഇതിന്റെ അച്ഛൻ പോകുന്നു മുറാക്കബ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശൈത്താനൊരു കാര്യം പറഞ്ഞു. അച്ഛൻ പുറത്ത് ഓനിക്കാ ഭ്രാന്ത ഞാനത് പുസ്തകം തന്നു പോയപ്പോൾ പുസ്തകം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോ ഇങ്ങനെ ചെയ്യുന്ന കാണാൻ കുറെ എന്താ അതൊക്കെ പോയിട്ട് പറയാൻ പാടുന്നത്. ഇപ്പോഴും പാവം അതാണ് ഇപ്പൊ കുറച്ച് ഇതായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാണ്. ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഗ്രാമം ആൾക്കാർക്ക് കുറച്ച് നമ്മളറിയാതെ നമ്മുടെ പ്രയാസം പറഞ്ഞാണ്. പക്ഷെ അവർ നാഭികമായി അങ്ങനെ മുന്നോട്ട് വരുന്നത് ഷെയ്ഖുനാന്റെ അവർക്ക് ഇവിടെ അങ്ങനെ അന്ന് നിന്നെ കൊല്ലാൻ ശ്രമിച്ചു. പിറ്റേ ദിവസം പോവാണ് ടിക്കറ്റ് അന്ന് ശബരിമല കൊച്ചിൻ എക്സ്പ്രസ് ടിക്കറ്റ് എടുത്ത് പോവാൻ നേരത്ത് രാവിലെ പോകണം. ആ പോകുന്ന സമയത്ത് യാത്ര എന്താണ് വീട്ടിൽ നിന്ന് ഗേറ്റിലേക്ക് കൂടി നടക്കാവും. നല്ല ആരോഗ്യവാനാ എന്റെ അകലല്ലേ. അങ്ങനെ കഴിപ്പിച്ചാൽ ഓനിതിന്റെ മുന്നിൽ കൂടെ എന്റെ മുന്നിൽ കൂടെ അവൻ ഹൈദരാബാദ് പോകുക. ഞാൻ കാലൊടിച്ചു. ഞാനിങ്ങനെ നോക്കുമ്പോൾ നടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു പെണ്ണന്മാർക്കും അവിടെ അപ്പൊ കുടുംബ അവർക്കൊക്കെ പേടി. ഞാൻ പറഞ്ഞ കൂടി തന്നെ പോകും. കാലോട്ട് നോക്കണം. ഒന്നിലെ എന്റെ കാലോടെ അല്ലെങ്കിൽ കകന്റെ കാലോടില്ല. അവസാനം ഉമ്മ കരഞ്ഞിട്ട് അതിന് തോന്നുന്നു മോണിക്ക് പിടിക്കും. അങ്ങനെ കയറി ആ കയറി ഇറങ്ങി പ്രകാശന്റെ ബസ്സിൽ കയറി ഞാൻ നോക്കുമ്പോ ജാഷൻ അപ്പോഴും ഇങ്ങനെ നടക്കാൻ അപ്പൊ വെറുച്ചിട്ട് വെച്ചിലായി. അൽഹംദുലില്ലാ അങ്ങനെ അവിടെ എത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ പഠിക്കുന്ന കുട്ടികളെ മനസ്സിലാക്കാറ് കിട്ടുന്ന കാര്യമില്ല. കുറെ ത്യാഗം സഹിച്ച് എല്ലാവരും ഒഴിവാക്കി ഇവിടെ വന്നിട്ടാണ്. ഇവിടെ വന്നിട്ടും പ്രശ്നങ്ങളാണ്. അങ്ങനെ പിന്നെ പോയി ഇടയ്ക്ക് കൊല്ലത്തിൽ പോകും വരും. ചുരുക്കി പറഞ്ഞാൽ കാര്യമില്ല. പക്ഷെ ശരീരന്മാരുടെ നോട്ടാണ് നമ്മള് അപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക ആവേശം അവിടെ തന്നതാണ്. നമ്മളതല്ല വെറുതെ നമ്മൾ എവിടെ എത്തില്ല. സുഖിച്ചിട്ട് എത്തില്ല. സുഖിച്ചിട്ട് എവിടെ എത്തില്ല. അന്ന് ഇവിടെ വന്നു കാണാൻ ചില്ലക്കിരുന്ന് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് പോകാനാണ് എല്ലാവരും പൊക്കോൾ ഇന്റെ അവസ്ഥ കണ്ടെങ്കിൽ ഇനി പ്രശ്നമാണ്ടാക്കിട്ട് പോവാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു അന്നൊക്കെ പറഞ്ഞിട്ട് ഇടിച്ച് പറയണ്ട ജി വന്നിട്ട് വേറെ പറയണ്ട ഇങ്ങനൊക്കെ പറഞ്ഞു. സലാം ഉസ്താദുണ്ട് ഞാൻ പറയാൻ പറയരുത്. എൻ്റെ സ്വന്തം അഭിപ്രായം പറയണം. സ്വന്തം അഭിപ്രായം പറയണം. അപ്പോ ഞാൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ അവിടെ എങ്ങനെ വന്നതെന്നുള്ള ജ്യേഷ്ഠൻ കാത്തിരിക്കാനാണ് ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ പഠിക്കാൻ പറഞ്ഞു.
അങ്ങനെ ഇവിടെ പഠിച്ചു ജില്ല കഴിഞ്ഞപ്പോൾ ഷെയ്ഖുന മുൻസ്താദിനെ കാര്യങ്ങളെ ഖാസായതായാലും മുൻസ്താദിനെ ഏൽപ്പിച്ചു. അൽഹംദുലില്ലാ ആ ഒരു സദക്കാണ് ഷെയ്ഖുനാന്റെ അന്നത്തെ പാർപ്പുറത്തെ ഷെയ്ഖുന ഇങ്ങോട്ട് നമ്മളെ ആക്കോ പറഞ്ഞാണ് ആര്യ സർക്കാർ ഇത് വലിയ തങ്ങളാണ്. അങ്ങനെ തന്നെ നമ്മൾ കണ്ടിട്ടു വലിയ തങ്ങളെ തന്നെയാണ് ആര്യ സർക്കാരിലൂടെ കണ്ടത്. ഒക്കെ അങ്ങനെ തന്നെ മുത്തുനബി വരെ നമ്മൾ ശാസ്ത്രങ്ങൾ കൂടി നമ്മൾ കണ്ടിട്ടുള്ളൂ. അവസലാദിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഖാജാനെ കണ്ടിട്ടുണ്ടെങ്കിലും നിസാമുദ്ദീനോലെ കണ്ടിട്ട് മുത്തുനബിയെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ മശായിഖന്മാരെ സദക്കയിൽ കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ നമുക്ക് അറിയില്ല. വരെ ജമാഅത്ത് ഇസ്ലാമിന്റെ സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. നമുക്ക് സുന്നി എന്താണെന്ന് അറിയില്ല. വയ്യത്ത് ചെയ്തു അത്രയും അറിയുള്ളൂ. ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചപ്പെടുന്ന ഈ മൂരി മസ്ജിദിലെ ബഹുമാനപ്പെട്ട ആരിഫ് സർക്കാരിന്റെ ചോറും ആരിഫ് സർക്കാരിന്റെ വെള്ളവും ഇവിടെ നിന്ന് ശ്വാസവും ശ്വസിച്ചിട്ടാണ് ദീന പഠിച്ചത്. ഇസ്സത്തിന് പറയാ ഇവിടുത്തെ സദക്കല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടുന്ന് കിട്ടിയത് എന്റെ ഉസ്താദന്മാരിൽ കൂടി കിട്ടിയതല്ല, വേറെ ഒന്നുമില്ല. പലരും പറയും ഇവിടുന്ന് പഠിച്ചത് എവിടുന്നാണ് തഹസീലായത്. ഞാൻ പറഞ്ഞു നൂരി മസ്കലിന്റെ ഉസ്താദന്മാർക്ക് അല്ലാതെ വേറെ ഒന്നും ഇപ്പൊ ഞാൻ പഠിച്ചിട്ടില്ല. വേറെ ഇവിടുന്നാ പഠിച്ചുള്ളൂ. ഭാരത ശേഷം ഇവിടെ എത്തി ഞാൻ നിർത്തുമ്പോ പറഞ്ഞു ഇവിടെ നിർത്തുന്ന ടൈമിൽ ഉപദേശാണ് ശുഭ്രം പോയി. ഇവിടെ സാധാരണ ആൾക്കാരൊന്നുമില്ല. ഈ അവിടെ പ്രശ്നം ഉണ്ടാക്കണമായി പ്രശ്നം ഉണ്ടാക്കിയിട്ട് മുനീർ ഉസ്താദായാലും സർക്കാർ ഉസ്താദ് രണ്ടാളാണ് പ്രധാനം. മുനീർ ഉസ്താദായാലും മാർക്കസ് അവരൊക്കെ ആരിഫീകളാണ്. അവർക്ക് ആൾക്ക് കാണും ബഹുമാനിക്കണം. ശുഭ്രാനെ കാണുമ്പോൾ കണ്ടിട്ട് പറഞ്ഞാണ് കിട്ടിയത്. നമ്മളെ ഈ കുർത്തകളാണല്ലോ നമുക്ക് പുറത്തിറക്കാറ്. അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാർ ഈ റെങ്ക് വല്ലാത്ത റെങ്കാണ്. ഇത് ഇവര് തന്നെയാണ് നമ്മളെ പിടിപ്പിക്കുന്നത്. നമുക്ക് പിടിക്കാൻ പറ്റൂല. മഹാനവൾ ഇതിന് മുന്നുള്ള പ്രസംഗിച്ച മഹാനവൾ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇവരോടുള്ള മഹബത്തും അക്കീദ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കവാലി പാടും. वो मुझको महबूब करके उसको बता रहा है, उसको दिखा रहा है. അവൻ തന്നെയാണ് നമ്മളെ മാറ്റിട്ട് അവനെ നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് യാതൊരു പങ്കുമില്ല എന്ന് പറയും. മശായഖന്മാരാണ് നമുക്ക് എന്ത് റെന്റ് ഉണ്ടെങ്കിലും എന്ത് നിറണ്ടെങ്കിലും എന്ത് ആണ്ടത് ഇവരിൽ കൂടി അല്ലാതെ കിട്ടാൻ ഇവരെന്നാണല്ലോ ചെയ്യും. നമ്മളവിടെ പാത്രം വെച്ച് കൊടുത്താൽ മതി. നമ്മളാണ് മാറ്റിയുടെ പാത്രം വെച്ച് കൊടുത്തിട്ട് കൂടി അല്ലാതെ നമുക്ക് പക്ഷേ എന്തൊക്കെ നമുക്ക് ഇപ്പം നേരത്തെ ഇവിടെ തഹസീസിൻ്റെ അവിടെ കുട്ടി ഇവിടെ പ്രസംഗിച്ചു. നമ്മുടെ മുന്നിൽ തഹസീസിയുടെ കുട്ടി ഇവിടെ പ്രസംഗിച്ചു. എന്താ പറയുക? എന്ത് വിഷയമാണ് പറഞ്ഞത്? എത്ര സിമ്പിളായിട്ടാണ് ആ മാരിഫത്തിന് വലിയ വലിയ നിക്കാത്തുകൾ എത്ര സിമ്പിളായിട്ടാണ് കുറച്ചു കാലം ഷെഫാനോട് സാധിച്ചിട്ടുണ്ട്. എന്ത് രസമായിട്ട് മക്കളെ എന്ത് ആഹക്കായിട്ട് വിശദീകരിച്ചു തന്നു. അൽഹംദുലില്ലാ. അപ്പൊ അതാ പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടാനുള്ളത് ഈ മഹബത്തും അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഒരു സ്നേഹവും ഇതല്ലേ നമുക്ക് വർദ്ധിച്ചു തരുന്നത്. അത് ധാരാളം തരുന്നത്. അത് മാത്രമല്ലല്ലോ നമുക്കിപ്പോ നമ്മുടെ അള്ളാഹിനോട് എന്തോ ഒരു ഹുബ്ബ് നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ റസൂലുള്ളാഹിനോട് എന്തോ ഒരു ഹുബ്ബ് വരുന്നുണ്ട്. ഒരു നിർവാഹി എന്ന് പറഞ്ഞ് എനിക്ക് അള്ളാഹിന്റെ റസൂലിനോട് കൂടുതൽ വല്ലാത്ത മഹബത്ത് വരുന്ന അള്ളാഹിനോട് തീരെ വരുന്നില്ല. അങ്ങനെ പറഞ്ഞു ഈ മുറബിലെ വല്ല ടൈമിൽ നമ്മുടെ അഹമ്മദിന്റെ കഥയിൽ വേണ്ടിയിട്ട് ഈ അവസ്ഥ അതെന്നാണ് ഞാൻ കരുതി. അപ്പോഴത്തെ അവസ്ഥ നമുക്ക് എവിടെ നോക്കിയാലും മുസ്തഫായിയാണ് മുഹമ്മദ് റസൂലുള്ളാഹിനെ കാണാൻ അവിടെ ഹക്കീമിന് തുറന്നിട്ടാണ്. ആരാണ് തുറന്നത്? ഇതപ്പോഴത്തെ നസർ, ഈ സാനി സർക്കാരിന്റെ ഈ ഷെയ്ഖുനാന്റെ ഒരു നസർ. ആ നസർ ഇങ്ങനെ വരുമ്പോ അബ്ദുസ്താദിന്റെ ആ വിശദീകരണം നമുക്കിനെ കാണിച്ചു വരുമ്പോ മുത്തുനബിനെ അല്ലാതെ കാണാണ്ടായിട്ടില്ല. ഈ റബീഉൽ അവ്വലിൽ മുത്തുനബിനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. 100 മാത്രമല്ല അവരുടെ സൂറത്ത് കണ്ണുവരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. നമ്മളിലും എല്ലായിടത്തും അല്ലേ ആ ടൈമിൽ ഞാൻ പറഞ്ഞു ഇവൻ തന്നെ ആയിരിക്കുള്ളൂ അള്ളാഹിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ ഇത് തന്നെ ആയിരിക്കുള്ളൂ അള്ളാഹിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. ഒന്ന് ആലോചിച്ചു എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്? ഇതിവിടെ കടന്നു വന്ന് കുറച്ച് ദിവസമായിട്ട് ആ ഓല് കാട്ടിത്തരാണ്, ഓല് കാണിക്കാണ്. അൽഹംദുലില്ലാ. ഇതൊക്കെ നമുക്ക് വായിച്ചാൽ പോലും കിട്ടൂല. വായിച്ചെങ്ങനെ പിന്നീട് പോലും കിട്ടൂല. ഇത് എല്ലാം ഇവർക്ക് സദക്കാണ്. അത് നമുക്ക് പറയാനുള്ളത് താഴെയൊന്നല്ല. നമുക്ക് പറഞ്ഞാൽ നേട്ടാർ പറയാൻ നമുക്ക് ഷെയ്ഖുനാന്റെ മുന്നിൽ ഇരുന്നാണ്ട് ഷെയ്ഖുന എങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഷെയ്ഖുനൊന്ന് നോക്കണം
ചെറുനാട് നോട്ടം നോക്കിയിട്ട് ചെറുനൊന്ന് ചിരിക്കണം, എന്തോ ഒരു രസമുണ്ട്, എന്നൊരു പൊലിവുണ്ട് അല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാണ്, നമുക്ക് മുത്തലിബിന്റെ കാലത്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ്. മുത്തലിബിന്റെ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അങ്ങനെ ആക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇവരുടെ മുന്നിൽ അവിടെ എത്തിയിരിക്കുന്നത്. അൽഹംദുലില്ലാ. അല്ലാഹു തആല ശേഖന്മാരുടെ നിസ്ബത്തിലായില്ല, നമ്മുടെ ശേഖനാഥങ്ങളുടെ മഹാന്മാരുടെ നിസ്ബത്തിലായിട്ട് അത് നിലനിർത്തട്ടെ. ഇതിലൂടെ മാരിഫത്ത് കരസ്ഥമാക്കാനും അത് യഥാർത്ഥ വണ്ണത്തിൽ അത് അമൽ ചെയ്ത് മുന്നോട്ട് ഒന്നും. ഇപ്പൊ നേരത്തെ മൂപ്പർ പറഞ്ഞില്ല, ഇവിടെ പല അള്ളാഹും ഇവിടെ എന്തൊക്കെ നമ്മൾ സമരം പറയും. ഇവിടെ അടുത്ത് ഒരു പേർക്കുണ്ട്, അവിടെ കാണിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. ഇവിടെ ആരെ കാലല്ലാവും, പിന്നെ ആരല്ലാവും, പിന്നെ മുക്കാലല്ലാവും, പിന്നെ ഒരു അള്ളാഹ്, പിന്നെ നിസ്കാരമൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു തെരിക്കത്തിൽ പറ്റും. അല്ലെങ്കിൽ ഹദിയ കൊടുക്കുന്നതിനനുസരിച്ച് ഒരാള് അള്ളാഹിനെ കാണാനുള്ള ആഗ്രഹത്തിൽ നമുക്കുണ്ടാവുന്ന ആഗ്രഹം, അള്ളാഹിനെ കാണണം വലിയ ആഗ്രഹത്തിൽ നടക്കുന്ന ഇതേമാതിരി ഷെയ്ഖിന്റെ അഡ്രസ്സ് ഇന്ന ഭാഗത്തൊരു ഷെയ്ഖിന് ഇവർ അള്ളാഹിനെ കാണിച്ചു കൊടുക്കും. ഇവർ മണ്ടി ചെന്ന് എങ്ങനെയും ബയ്യത്ത് ചെയ്യണം, ബയ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ അതിനെക്കുറിച്ച് നിബന്ധനകളുണ്ട്. ഹാദിമികൾ പറഞ്ഞു. അപ്പോൾ ആ നിബന്ധനകൾ എന്താണ്? അങ്ങനെ ഹദിയൊക്കെ കൊടുക്കണം, അത് എന്തായാലും എനിക്ക് അള്ളാഹിനെ കണ്ടാണ്. അപ്പോൾ ഇവർ പോയി കാര്യം പഠിച്ചതിനോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ലൊരു സാധനം കിട്ടിയിരുന്നു, അത്യാവശ്യം എന്ത് തന്നാലും